മാം എനിക്ക് 28 വയസ്സായിട്ടുണ്ട്. അപ്പോൾ റീസെൻ്റായിട്ട് എനിക്ക് കല്യാണം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് കല്യാണത്തിന് മുന്നേ ആയിട്ട് ഞാനും എൻ്റെ പാർട്ട്ണറും എന്തെങ്കിലും ഹെൽത്ത് ചെക്കപ്പുകളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടോ? നമ്മൾ കല്യാണത്തിന് മുൻപ് എല്ലാവരും ആണുങ്ങളായാലും സ്ത്രീകളായാലും പുരുഷന്മാരായാലും ടെസ്റ്റുകൾ ചെയ്തിരിക്കണം. സ്ത്രീകൾ പ്രധാനമായിട്ട് ചെയ്തിരിക്കേണ്ട ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഓവുലേഷൻ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റുകൾ ചെയ്യണം. അതിനായിട്ട് നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. പീരീഡ്സിൻ്റെ 21ാമത്തെ ദിവസം ചെയ്യുന്ന സിറം പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് സ്കാനിങ് ചെയ്ത് നോക്കാവുന്നതാണ്. സ്കാനിങ്ങിൽ നമുക്ക് യൂട്രസ്, ഓവറീസ് എല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ എന്തെങ്കിലും യൂട്രസിൽ എന്തെങ്കിലും മുഴകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ അറിയുവാണെങ്കിൽ നമുക്കത് പ്രഗ്നൻസിക്കൊക്കെ നോക്കുന്നവർക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്ന ഒരു പ്രശ്നം. അപ്പോൾ ഈ പോളിസിസ്റ്റിക് ഓവറി നമുക്ക് സ്കാനിങ്ങിൽ അറിയാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കല്യാണത്തിന് മുമ്പ് അത് അറിയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർ പ്രഗ്നൻസി കുറച്ച് ഡിലേ ആക്കിയാലും കുഴപ്പമില്ല. എന്നാൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട്, പോളിസിസ്റ്റിക് ഓവറി, എൻഡോമെട്രിയോസിസ് അല്ലെങ്കിൽ ഫൈബ്രോയിഡ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം അവർക്ക് പെട്ടെന്ന് പ്രഗ്നൻസി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി ആകാനായിട്ടുള്ള മെഡിസിൻസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതോടൊപ്പം തന്നെ വേറെ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ നമുക്ക് നോക്കാൻ പറ്റും. ഹോർമോണൽ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അറിയാനായിട്ട് തൈറോയ്ഡ് നോക്കാൻ പറ്റും, പ്രൊലാക്റ്റിൻ, ഇങ്ങനെയുള്ള കുറച്ച് ടെസ്റ്റുകളും കൂടെ നമ്മൾ ചെയ്തിരിക്കുന്നത് നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ സ്ത്രീകളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് റുബെല്ല വാക്സിൻ നമ്മൾ എടുത്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതായത് റുബെല്ല വാക്സിൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഗ്നൻസിയിൽ എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് വരുവാണെങ്കിൽ കുഞ്ഞിന് മാരകമായിട്ടുള്ള വൈകല്യങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ പ്രഗ്നൻ്റ് ആകുന്നതിന് മുൻപ് തന്നെ എല്ലാ സ്ത്രീകളും പ്രത്യേകിച്ച് കല്യാണത്തിന് മുൻപ് തന്നെ റുബെല്ല വാക്സിൻ എടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബീജപരിശോധന അല്ലെങ്കിൽ സെമൻ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് മാത്രം മതിയാവും.